അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, നമസ്കാരം. നമസ്കാരം. മലയാളി മനസ്സാക്ഷിയെ ഏറെ ഞെട്ടിച്ച കേസായിരുന്നു ഷാരോണിന്റെ കൊലപാതകം. കാമുകി കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തു കൊന്ന ഷാരോൺ. കാമുകിയായ ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ എന്ന് പിന്നീട് മലയാളികൾ വിളിച്ച ഗ്രീഷ്മ ഇന്ന് ജാമ്യത്തിലിറങ്ങി എവിടെയോ തമിഴ്നാട്ടിൽ എവിടെയോ ആണ്. അതിൽ 17-ാം തീയതി ഈ കേസിന്റെ വിധി വരാൻ പോവുകയാണ്. എന്താണ് ഷാരോണിന് നീതി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ഈ കേസിൽ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ തന്നെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ആദ്യം തന്നെ നമുക്കറിയാലോ, ആ അന്വേഷണത്തിൻ്റെ വഴിതിരിച്ചു വിടാനും അതോടൊപ്പം തന്നെ അന്വേഷണത്തെ വേറെ ദിശയിലേക്ക് വിടാനും ഒക്കെയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം അതിജീവനം നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ഗ്രീഷ്മയിലേക്ക് ഈ പറഞ്ഞ പോലെ അന്വേഷണം എത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള അന്വേഷണത്തിലൂടെയാണ് എത്തിച്ചത്. കാര്യം ആർക്കും ഇത് കേരളത്തിലൊരു കേട്ടുകേൾവിയില്ലാത്ത, നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് നമുക്കറിയാം, ചില കേസുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുൻപ് ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ദിശയിലേക്ക് അന്വേഷണം പോകും. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇത്തരത്തിലൊരു ക്രൈം ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തിയതിനു ശേഷം എന്താണ് ഈ പറയുന്ന കുറ്റാരോപിതയായിട്ടുള്ള ആൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെയൊക്കെ വഴിതിരിച്ചു വിടാൻ വേണ്ടി മുന്നിൽ നിൽക്കുകയും അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവരെ പ്രതി ചേർക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൻ്റെ അന്വേഷണം കൃത്യമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരണയിൽ അവർക്ക് ശിക്ഷ കിട്ടാനാണ് എല്ലാ സാധ്യതയും. നമുക്ക് ഇത് കേസ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയത്, കാരണം ഈ സംഭവം നടക്കുന്നത്, വിഷം കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. പക്ഷെ അത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നു. പ്രതിഭാഗം വാദിക്കുന്നത്, ഈ പെൺകുട്ടിയെ കാണാൻ വീട്ടിലെത്തിയ ഷാരോൺ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം പുലർത്തുകയും പിന്നീട് പെൺകുട്ടി മുഖം കഴുകാൻ പോയ സമയത്ത് കഷായത്തിൽ കലക്കി വെച്ചിരുന്ന വിഷം ഷാരോൺ സ്വയം എടുത്ത് കഴിച്ചു എന്നുള്ള തരത്തിലാണ്. 10 ദിവസത്തിൽ കൂടുതൽ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു. ഈ ദിവസങ്ങളിലൊന്നും ഈ പെൺകുട്ടി ഈ ഷാരോണിനെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ഈ വിഷം കഴിച്ചതായി പറയുന്നില്ല. അതാണ് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. പിന്നെ ഗൂഗിൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടി ഒരാളെ പെട്ടെന്ന് കൊല്ലാനും പതുക്കെ കൊല്ലാനും ഒക്കെയുള്ള വിഷയത്തെ പറ്റിയൊക്കെ സെർച്ച് ചെയ്തിരുന്നു എന്ന് മനസ്സിലാകുന്നു. ഇതാണ് ഇതിന്റെ കേസിന്റെ ഒരു നാൾ വഴി എന്ന് പറയുന്നത് അവിടെയാണ്. പക്ഷേ ഇതിനകത്ത് പോലീസ് എടുത്ത ചില നിലപാടുകളാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് ഈ പെൺകുട്ടി അറസ്റ്റിലായപ്പോൾ പറഞ്ഞത്, സുന്ദരിയായ ചെറുപ്പക്കാരിയായ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ ഇത് ചെയ്തു. അതായത് പോലീസ് തന്നെ ഇവൾക്ക് എന്തൊക്കെയോ ഒരു വലിയ മാനങ്ങൾ, കൊലപാതകി എന്നതിനപ്പുറത്തേക്ക് വേറെ മാനങ്ങൾ ചാർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഷാരോണിന് ഈ വിധിയിലെങ്കിലും നീതി ലഭിക്കുമോ? നമുക്കത് കോടതിയുടെ പരിഗണനയിലാണല്ലോ ഇപ്പോൾ കേസിരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ വിചാരണ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കേസ് അട്ടിമറിക്കാനുള്ള വലിയ എന്തുണ്ടായിട്ടുണ്ട്, ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഈ പറഞ്ഞ പോലെ എന്താണ് വിഷം കൊടുത്തത് മറ്റൊരു സ്ഥലത്താണ്, അതായത് ആ ഒക്കറൻസ്, അതായത് ആ കുറ്റകൃത്യം നടന്നത് മറ്റൊരു മേഖലയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ അന്വേഷണ പരിധിയിൽ നിന്നും വെട്ടിച്ചുകൊണ്ട് മറ്റവിടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ എന്തൊക്കെയോ എല്ലാ രീതിയിലുള്ള എന്തായിട്ടുണ്ട്, ഒരു തിരക്കഥ അവിടെ എന്തായിട്ടുണ്ട്, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോടതിയാണ് ആത്യന്തികമായിട്ട് എന്ത് ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ. അതിൽ കുറ്റാരോപിതനാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ നാട്ടിലെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഇനി ആവർത്തിക്കരുത് ഇത്തരം കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പ്രണയബന്ധത്തിൻ്റെ പേരിൽ അല്ലെ വിവാഹത്തിൻ്റെ പേരിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഈ പെൺകുട്ടി എന്ന പരിഗണന അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇവൾക്ക് ലഭിച്ചിരുന്നു, ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരുന്നു. അത് വിധിയിലും ഉണ്ടാകുമോ എന്നതാണ് സംശയം. അങ്ങനെ പെൺകുട്ടി എന്ന പരിഗണന തീർച്ചയായിട്ടും എന്തായിട്ടുണ്ട്, കാര്യം അവർ ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു മനസ്സിലായി, ഒരു കുറ്റകൃത്യം ചെയ്തു കഴിയുമ്പോൾ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതല്ല, ആ കുറ്റകൃത്യത്തിന്റെ തീവ്രതയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. കാരണം ഇവിടെ വെൽ പ്ലാനഡ് ആയിട്ടല്ല ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അതെ, കാരണം കൃത്യമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു വിഷക്കൂട്ടുണ്ടാക്കി ഒരു യുവാവിനെ എന്തിൻ്റെ പേരിലായാലും കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു നികൃഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു മനസാക്ഷി ഇല്ലാത്ത ക്രൂരമായിട്ടുള്ള. മറ്റൊരു വിവാഹത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അവൾക്ക് മറ്റൊരു പയ്യൻ വന്നതിൽ അല്ല, മറ്റൊരു വിവാഹത്തിന് അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇതിൽ എക്സിറ്റ് അടിച്ച് പോകാമായിരുന്നല്ലോ. അല്ല, അപ്പോഴും ഈ വിഷം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവര് ഫിസിക്കലി കണക്ട് ചെയ്തിരുന്നു എന്ന് പ്രതിഭാഗം പോലും വാദിക്കുകയാണ്. ഇവര് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അന്ന് പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ കേസിൽ എന്തായിട്ടുള്ളത്, വലിയ ഒരു ട്വിസ്റ്റായിരുന്നല്ലോ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ മുഖമുറയിൽ നിന്നാണ് ഈ കേസ് എന്ത് ചെയ്യുന്നത്, അന്വേഷണത്തിലേക്ക് വരുന്നത്. കാരണം ഈ പറയുന്ന ഈ വ്യക്തികൾ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അതെ, കാരണം അവർ തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഈ പറയുന്ന ആളിന്റെയോ അല്ലെങ്കിൽ പെണ്ണിന്റെയോ വീട്ടുകാർക്ക് പോലും എന്തില്ല, അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ ഇടയിലെല്ലാം തന്നെ എന്താണ്, പള്ളിയിൽ കൊണ്ടുപോയി പെൺകുട്ടിക്ക് താലിയും ചാർത്തിയിരുന്നു. മാത്രമല്ല മരണവഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര്, ഗ്രീഷ്മയുടെ പേരെങ്ങനെ പറയാൻ കഴിയും, അങ്ങനെ അവൻ വിശ്വസിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന വിഷം
അല്ലെങ്കിൽ ഞാനതിൽ മനസ്സിലാക്കുന്നത് ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, ഗ്രീഷ്മ എന്നെ ചതിച്ചു എന്നൊരു വാക്ക് അവൻ പറഞ്ഞിരുന്നു. പക്ഷെ മരണമൊഴിയിൽ പോലും അവൻ ആ പേര് പറയാതിരുന്നത് ഞാൻ മരിച്ചാലും എന്റെ പ്രണയിനിയായ പെൺകുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന്. അങ്ങനെ മാത്രമല്ല, അതിനെക്കുറിച്ച് നമ്മൾ ഒരു മൊഴി കൊടുക്കുമ്പോൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച്, കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ്, അതായത് ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ഒരു പോയിസൺ ആണ്, അല്ലാതെ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു പോയിസൺ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അപ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ടൈം എടുത്ത് നടക്കുന്ന, നമുക്കറിയില്ല നമ്മുടെ എത്ര കൊലപാതകങ്ങൾ ഇതുപോലെ എന്തായിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. എത്ര പ്രതികളെ ഇതുവഴി രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം മരണകാരണം എന്ന് പറയുന്നത്, അല്ലെ എങ്ങനെയാണ് ആ മരണം സംഭവിച്ചതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മരണത്തിലേക്ക് നയിച്ച ആയുധം അല്ലെങ്കിൽ ആ മാർഗം ഒരു വലിയ, നമ്മുടെ നീതിന്യായ പീഠത്തെ സംബന്ധിച്ചിടത്തോളം, നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും ഷാരോണിന് വിധിയിലൂടെ നീതി ലഭിക്കുമോ എന്ന് അറിയാൻ ഇനി കുറച്ച് തീർച്ചയായിട്ടും നീതി ലഭിക്കാൻ അതൊരു മാതൃകാപരമായിട്ടുള്ളൊരു വിധിന്യായമായിരിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ഇനി ഇത്തരത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ആവർത്തിക്കരുത്. ഓക്കെ.